ഗൗരീസ് കുക്ക് ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിലൊരു നെത്തോലി തോരൻ ഉണ്ടാക്കാം. ഇത് തേങ്ങയൊക്കെ ചതച്ച ശേഷം നല്ല പുളിപ്പുള്ള പച്ചമാങ്ങ ചതച്ചതും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി എല്ലാം കൂടെ ചതച്ചാണ് ചേർക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വിരവിയ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ചെറിയ തീ വേണം പറ്റിച്ചെടുക്കേണ്ടുന്നത്. ഇതിപ്പം 3/4 കിലോയിലും കുറച്ച് കൂടുതലുണ്ട്. വെട്ടിക്കഴുകി എടുത്ത് കഴിഞ്ഞപ്പം 1/2 കിലോയിലൊട്ടും കുറയാതെ കാണും. നല്ല പുളിപ്പുള്ള വിളഞ്ഞ മാങ്ങ തൊലിയുടെ അവിടെ ഇവിടെ ഇതേപോലെ ഒന്ന് ചെത്തിയെടുത്താൽ മതി, മൊത്തമായിട്ടങ്ങ് ചെത്തിക്കളയണ്ട. ഈ ഒരു പീസ് നമ്മൾ എടുക്കുന്നുള്ളൂ. നല്ല പുളിപ്പുള്ള മാങ്ങയാണ്ട് ഇത്രയും മതി. അധികം എരിവില്ലാത്ത 8 പച്ചമുളക്, ഒരു 15 ചെറിയ ഉള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് ചതച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് ചതച്ച് കഴിയുമ്പോൾ ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് ചതയ്ക്കുക. അത് കഴിഞ്ഞിട്ട് പച്ചമുളക് ചേർത്ത് 1-2 ഉടഞ്ഞാൽ മതി. ഇതെല്ലാം ഒരുവിധം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി മാങ്ങയും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. സാധാരണ നമ്മൾ മാങ്ങ അരിഞ്ഞാണ് ചേർക്കാറുള്ളത്. നല്ല പുളിപ്പുള്ള മാങ്ങ തന്നെ വേണം. ഇതുപോലെ ഒന്ന് ചതച്ചിട്ടൊന്ന് തോരൻ വെച്ച് നോക്കിയേ, നല്ല ടേസ്റ്റാണ്. അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ, ഉപ്പ് 1 ടീസ്പൂൺ. ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച ശേഷം ചതച്ചെടുക്കാം. തേങ്ങ എടുക്കുമ്പോൾ ഒരുപാട് ഉണങ്ങി എടുക്കരുത്. പാലുള്ള തേങ്ങ വേണം, നല്ലപോലെ വിളഞ്ഞ തേങ്ങ മതി. ആദ്യം കുറച്ച് തേങ്ങ ഇട്ടൊന്ന് ചതച്ചിട്ട് ബാക്കിയും കൂടെ ചേർത്ത് ചതയ്ക്കുക. തോരന വയ്ക്കുന്നത് കൊണ്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. ഇതെല്ലാം കൂടെ കൈ കൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് അമർത്തി പുരട്ടണം. അതിന് ശേഷം വേണം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് പുരട്ടി വയ്ക്കാം. കറിവേപ്പില കൈ കൊണ്ടൊന്ന് ഞെവിടി ചേർത്താൽ മതി. ഇനി മീനിട്ട ശേഷം ഒട്ടും ബലം കൊടുക്കാതെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അരപ്പെല്ലാം മീനിലൊന്ന് പിടിക്കണമെന്നേ ഉള്ളൂ. ഇനി ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർക്കാം. ഈ മീനിൽ തേങ്ങയുടെ അളവെന്ന് പറയുമ്പോൾ മീനിനെക്കാട്ടി ഒട്ടും കൂടുതലായി പോകരുത് തേങ്ങ. കുറച്ച് വെള്ളം, ഇത്രയും വെള്ളം ഒഴിച്ചാൽ മതി. ഇനി മീനിലും മാങ്ങയിലും ഒക്കെ ഉള്ള വെള്ളം ഇറങ്ങിക്കോളും. 10 മിനിറ്റ് നമ്മൾ പുരട്ടി അടച്ച് വെച്ച ശേഷം വേണം സ്റ്റവ് ഓൺ ചെയ്യേണ്ടുന്നത്. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. ഇനി 5 മിനിറ്റ് അടച്ച് വയ്ക്കാം. തീ ഒട്ടും കൂട്ടിയിടരുത്. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചേക്കുന്നത്. ഇനിയിപ്പോൾ അടച്ച് വയ്ക്കേണ്ട, കുറച്ച് വെള്ളമുള്ളത് ചെറിയ തീ കിടന്ന് വറ്റിക്കോളും. ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. വീണ്ടും ഉപ്പ് നോക്കാൻ ഞാൻ മറന്നുപോയി, ഇപ്പോഴാണ് നോക്കുന്നത്. നല്ല കുറവുണ്ട്. ആദ്യം നമ്മൾ 1/2 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇനി 1 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർക്കാം. നല്ല പുളിപ്പുള്ള മാങ്ങ ആയതുകൊണ്ടാണ് ഉപ്പ് കുറഞ്ഞത്. മീൻചാറൊക്കെ വറ്റി തുടങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ ഇങ്ങനെ അബദ്ധങ്ങളൊക്കെ വരുന്ന സമയത്ത് മീൻ ഉടയാതെ ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. മൺചട്ടി ആയതുകൊണ്ട് ഇറക്കി വെച്ചാലും കുറേ സമയത്തേക്ക് ഇതുപോലെ തിളനിൽക്കും. ഇനി നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം, കൂടെ കുറച്ച് കറിവേപ്പില. ഈ മീൻ ഞങ്ങളുടെ ഭാഗത്ത് എല്ലാവരും ചൂടയെന്നാണ് പറയുന്നത്. ചൂടത്തോരൻ എന്ന് പറയും ഇങ്ങനെ ചെയ്യുന്നതിന്. നെത്തലിന്ന് അങ്ങനെ അധികം ആരും പറയാറില്ല. എന്താണെങ്കിലും നല്ല ടേസ്റ്റുള്ള മീൻ. ഇതേപോലെ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.